CPIM മുതിർന്ന നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടി ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം അതിൻ്റെ വസ്തുതകൾ വിവരിക്കുന്നുണ്ട്. പുറ്റിങ്ങൽ ദുരന്തത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. 1 കിലോമീറ്റർ ചുറ്റളവ് മാത്രമുള്ള സ്ഥലത്തുണ്ടായ ഒരു ദുരന്തം. അതിനെ കുറച്ച് പറയുകയല്ല, പക്ഷേ 1 കിലോമീറ്റർ പരിധിയിൽ മാത്രമുണ്ടായിരുന്ന ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ മെമ്മോറാണ്ടം ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയത് എങ്ങനെയാണ്? 3 ഗ്രാമങ്ങൾ ഒലിച്ചുപോയ വയനാടിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള മെമ്മോറാണ്ടം എങ്ങനെയാണ് പിന്നീട് ഒരു കുറ്റമാക്കപ്പെടുന്നത്? ഈ വ്യാജ വാർത്ത പൊളിയുമ്പോൾ പല വിധത്തിലും ഉരുണ്ട് കളിക്കുന്ന പ്രതിപക്ഷത്തെ നാം കാണുന്നു. അതുകൊണ്ടാണ് ഈ വാർത്ത തുടരുന്നത്. ഇത്തവണ തിരുവോണത്തിന്റെ പിറ്റേ ദിവസം കേരളത്തിൽ ഇപ്രകാരം ഒരു കടന്നാക്രമണം നടത്തിയത് BJPയുടെ ബുദ്ധിയാണ് എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്രകാരം ഒരു വ്യാജ വാർത്ത നിർമ്മിക്കപ്പെട്ടതിനെ തുടർന്ന് കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. അതിനർത്ഥം ഇത് BJP മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗൂഢാലോചനയുടെ ഭാഗമാണ്. തിരുവോണ ദിവസം തന്നെയാണ് പാർട്ടി കേന്ദ്രത്തിൽ കടന്നു കയറി സഖാവ് P ജയരാജന്റെ കൈകൾ വെട്ടിയത്, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവിടെ തിരുവോണത്തിന്റെ പിറ്റേ ദിവസം കേരളം ശാന്തമായിരിക്കുമ്പോൾ ആർട്ടിസ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നറിയാം. തങ്ങൾ പച്ചയായ നുണയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് വസ്തുതാപരമായി അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അല്പായുസ് മാത്രമുള്ള നുണയാണെങ്കിൽ പോലും ഒരു പകൽ ഞങ്ങൾക്ക് കിട്ടണം. എതിരാളി ഇല്ലാത്തൊരു പകൽ. ഈ എതിരാളി ഇല്ലാത്തൊരു പകൽ ലഭ്യമാക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളെ BJP ഉപയോഗിച്ചതിന്റെ ഉൽപ്പന്നമാണ് ഈ വ്യാജ വാർത്ത. പ്രതിപക്ഷം പിന്നീട് കൊമ്പന് പുറകെ മോഴ എന്ന് പറഞ്ഞ പോലെ VD സതീശൻ കേരളത്തിലെ BJP പറയുന്ന എന്തോ അതിനെ അനുസരിക്കുന്ന ഒരു രീതിയാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാന പ്രശ്നം കേരളത്തെ തകർക്കാൻ വേണ്ടി BJP നടത്തുന്ന ഗൂഢാലോചനയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേരളത്തിന് സഹായം നൽകാൻ സൗകര്യപ്പെടില്ല നരേന്ദ്രമോദിക്ക്. കേരളത്തെ സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിന് കേരളത്തിൽ നിന്ന് തന്നെ ഒറ്റുകാരെ സൃഷ്ടിക്കണം. കേരളത്തിൽ നിന്ന് ഒറ്റുകാരെ സൃഷ്ടിക്കണമെങ്കിൽ ഈ പണം അഴിമതിയായി തെറ്റായി ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു വ്യാജ ബോധ നിർമ്മിതി വേണം. നിങ്ങളുടെ അഴിമതിക്കാണോ BJPക്കാർ കേന്ദ്രത്തിൽ നിന്ന് പണം തരേണ്ടതെന്ന ചോദ്യം പിണറായി സർക്കാരിനെതിരെ വരണം. ഇത്തരമൊരു ആഖ്യാനത്തിന് വേണ്ടിയാണ്, ഇപ്രകാരം ഒരു തിരക്കഥയുടെ നിർമ്മിതിക്ക് വേണ്ടിയാണ് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ BJP സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ അവിട്ടം ദിവസം സംഭവിച്ചിട്ടുള്ളത്. അതിനെ രാഷ്ട്രീയ കടന്നാക്രമണമായി കാണുക എന്നുള്ളതല്ലാതെ മറ്റൊന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി സർക്കാരിനെതിരെ ഏത് വാർത്ത കിട്ടിയാലും അതിന്റെ മേൽകീട് നോക്കാതെ ഏത് നുണയും എത്ര നേരം വേണമെങ്കിലും പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്നും പറയുകയാണ്. ഉദാഹരണമായിട്ട് വൈകുന്നേരം എഡിറ്റർമാർ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ഒരു എഡിറ്റർ കാര്യകാരണ സഹിതം കേരളത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും കേരളം നേടിയ നേട്ടങ്ങളെക്കുറിച്ചും അഭിമാന പുരസ്സരം ഒരു മലയാളിയായിരുന്നു കൊണ്ട് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി ഇത് ചെലവിന്റെ കണക്കല്ല എന്ന് പച്ച മലയാളത്തിൽ 1000 തവണ വ്യക്തമാക്കപ്പെട്ടിട്ടും മറ്റൊരു എഡിറ്റർ നുണ പറയുകയാണ്. അവരാണ് വാർത്ത ബ്രേക്ക് ചെയ്തിട്ട് പറയുന്നത് ചിലവായ സംഖ്യയുടെ കണക്ക് സർക്കാർ പുറത്തുവിട്ടു. ഞാൻ അതിലാണ് ഊന്നുന്നത്. അത് തെറ്റാണ്. അങ്ങനെ ഒരു കണക്കും പുറത്തു വിട്ടിട്ടില്ല. അല്ല, ഇതേവരെ 10.9 കോടി രൂപയാണ് വയനാട്ടിൽ ചെലവായത്. ഒരു ശവസംസ്കാരത്തിനും 75,000 രൂപ ആർക്കും ചെലവ് വന്നിട്ടില്ല. നിവേദനം കൊടുക്കുമ്പോൾ ഒരു പാലത്തിന് 15 കോടി എന്ന് പറയുന്ന പോലെ ഉദ്യോഗസ്ഥന്മാർ ഒരു നിവേദനം എഴുതി കൊടുക്കും. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അത് ചർച്ച ചെയ്ത് ശരിയായൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ. അത്തരമൊരു ഘട്ടത്തിൽ 75,000 രൂപ ചെലവിന്റെ കണക്കാണ് എന്ന് കേരളത്തിലെ മുൻനിര ചാനലുകൾ, ചില മാധ്യമങ്ങൾ ഏഷ്യാനെറ്റിനെ വെട്ടിക്കേറി എന്ന് പറയുന്ന മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഏഷ്യാനെറ്റിനെ പരാജയപ്പെടുത്തിയത്? ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്തവരാണ്. അവരെ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആശയപരമായിട്ട് പരാജയപ്പെടുത്തുമോ? ഏഷ്യാനെറ്റ് കൊണ്ടുവന്നൊരു വ്യാജ വാർത്തയെ പൊളിക്കാൻ അവരെ വെട്ടിക്കേറി മുന്നിലെത്തിയെന്ന് ഏത് ചാനലിന് തയ്യാറായത്? അപ്പൊ നിങ്ങൾ വെട്ടിക്കേറുന്നത് നിങ്ങൾ കച്ചവടത്തിലാണ്, അല്ലാണ്ട് കേരളത്തിന് വേണ്ടിയല്ല, കേരള താല്പര്യത്തിന് വേണ്ടിയല്ല. ഇതല്ലേ ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ സംഭവിക്കുന്നത് എന്താണ്? വ്യാജമായ കാർഡുകൾ ഉണ്ടാക്കി പിണറായി വിജയൻ അഴിമതിക്കാരനാണ്, LDFന്റെ ശതന്തീനി രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുള്ള നുണകൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ BJPയുടെ നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് ഒരു ഹാൻഡിലാണ് പ്രവർത്തിക്കുന്നത്. അവർ അർമാദിക്കുകയാണ്, എന്തോ വീണ് കിട്ടിയ പോലെ. ഈ വ്യാജ വാർത്ത
ശ്രീ അനിൽകുമാർ, ഈ വ്യാജ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ, വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ, പുറ്റിങ്ങൽ അടക്കമുള്ള മുൻകാലത്ത് UDF സർക്കാർ ചെയ്ത മെമ്മോറാണ്ടങ്ങൾ വീണ്ടും കേരള സമൂഹത്തിന് മുമ്പിലേക്ക് എത്തുമ്പോൾ ഇതിനേക്കാളൊക്കെ വലിയൊരു അപകടം അവിടെ പതിയിരിക്കുന്നത് സാധാരണഗതിയിൽ കേരളത്തിന് ലഭിക്കേണ്ട SDRF NDRF ഫണ്ട് പോലും കേന്ദ്രം നിഷേധിക്കുന്നു. അത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല, സാധാരണഗതിയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള വിഹിതം SDRFിൽ 75% കേന്ദ്രവും 25% സംസ്ഥാനവും, NDRFിൽ മുഴുവനും കേന്ദ്രം. അപ്പോൾ ഇങ്ങനെ നൽകേണ്ട 1852 കോടിയുണ്ട് 5 വർഷത്തേക്ക്. അതിൽ ആദ്യ വർഷത്തിൻ്റെ ഒരു ഗഡു മാത്രമാണ് തന്നത്, രണ്ടാം ഗഡു പോലും തന്നിട്ടില്ല. UPക്ക് 5 വർഷത്തേക്കുള്ള ഗഡുക്കളും ഒന്നിച്ച് നൽകിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ 2024-25. അപ്പോൾ കേരളത്തിന് അർഹമായത് വയനാടിൻ്റെ പാക്കേജ് രണ്ടാമത്. വയനാടുമായി ബന്ധപ്പെട്ട ദുരന്തത്തിൽ ഇവിടെ സന്ദർശിച്ചു പോയ പ്രധാനമന്ത്രി ഇതുവരെ അതിന് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്ക് ലഭിക്കേണ്ട SDRFിൻ്റെയും NDRFിൻ്റെയും ഫണ്ട് പോലും നിഷേധിക്കുകയാണ് കേരളത്തിന്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് വസ്തുതാവിരുദ്ധമായി ഈ മാതൃകാ പ്രവർത്തനം നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുന്നത്. അത് പ്രതിഷേധിക്കേണ്ടതല്ലേ? അതിൽ രാഷ്ട്രീയ പ്രതിരോധം ഉയരേണ്ടേ? ശ്രീ അനിൽകുമാർ, പ്രശ്നം അവിടല്ല. കേരളത്തിൽ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമുണ്ടോ? കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയോട് കണക്ക് പറയുമ്പോൾ കേരളത്തിലെ BJP അവരുടെ പിടിയാളുകളായി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സുരേഷ് ഗോപി ചാടി കയറി കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് കടിച്ചു ചാടുന്നത് നമുക്ക് മനസ്സിലാക്കാം. വേറെ നിർവാഹമില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഈ നിവേദനം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണം. നരേന്ദ്രമോദിക്ക് കാര്യങ്ങൾ എളുപ്പമായി. നിങ്ങളുടെ നിവേദനം തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ നിവേദനത്തിന്റെ കുഴപ്പം കൊണ്ട് കാശ് തരാൻ, ഞാൻ കാശ് തരാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്, വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ നിവേദനത്തിൽ ഒരു കോമ തെറ്റിയത് കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ കാശ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇത്തരത്തിൽ കേരളത്തെ വിട്ടുകൊടുക്കുന്നവരായി BJPക്കൊപ്പം കോൺഗ്രസും UDF നിൽക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു സംശയം ഉണ്ടായില്ലല്ലോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് സ്തുതി പാടാൻ ഒരു സംശയം ഉണ്ടായില്ലല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിന് ഇക്കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നുണ പറയാനും താർന്നടക്കാനും ഒരു നിമിഷം വേണ്ടി വന്നില്ലല്ലോ. ഇത് കേന്ദ്ര സർക്കാരിന്റെ തന്ത്രമാണ്, അതിനുവേണ്ടി BJP ഉണ്ടാക്കുന്ന തന്ത്രമാണെന്ന് ഒരു മിനിറ്റ് പോലും ആലോചിക്കാതെ നുണ ചാമ്പി വിടുകയാണ്. ആ നുണയിൽ ജീവിക്കുക മാത്രമല്ല, നുണയുടെ തുടർച്ചയായി സർക്കാരിനെ ആക്രമിക്കാൻ പ്രതിപക്ഷം നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്ത കണക്ക്, ആ കണക്കൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഊറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു കിണർ വൃത്തിയാക്കാൻ വേണ്ടി 25,000 രൂപയാണ് ഉമ്മൻചാണ്ടി ചോദിക്കുന്നത്. എന്താ 25,000 രൂപ എന്തിനാണ് ഒരു കിണർ വൃത്തിയാക്കാൻ, വെള്ളം അടിച്ചു മാറ്റാൻ? അത് ഉമ്മൻചാണ്ടിയാണ് വിശദീകരിക്കേണ്ടത്. ചാണ്ടി ഉമ്മനെ വിശദീകരിക്കട്ടെ. പല കാര്യങ്ങൾക്ക് ഉത്തരം തേടി നമ്മൾ പുതുപ്പള്ളിയിലേക്ക് പോകേണ്ട അവസ്ഥയല്ലേ ഉള്ളത്. കോൺഗ്രസുകാരെ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ പ്രശ്നം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത നിവേദനത്തെ സംബന്ധിച്ചല്ല പ്രശ്നം. യഥാർത്ഥ പ്രശ്നം കേരളത്തിൽ നിന്ന് കൊടുത്ത നിവേദനം കേന്ദ്ര സർക്കാരിന്റെ കുറിച്ചുകൊള്ളുന്നതാണ്. നിഷേധിക്കാനാവാത്ത വിധം കേരളത്തിന്റെ അവകാശങ്ങൾ കേരളം വിജയകരമായി ഉയർത്തിക്കഴിഞ്ഞു. അങ്ങനെ ഉയർത്തിയ ഘട്ടത്തിൽ നിഷേധിക്കാൻ കുറുക്കുവഴി നേടുന്ന കേന്ദ്ര സർക്കാരിന് BJP എടുത്ത രാഷ്ട്രീയ അജണ്ടയിൽ കോൺഗ്രസ് പെട്ടുപോയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അത് വസ്തുതാപരമാണ്. താങ്കൾ അത് പറഞ്ഞു. കാരണം BJPക്കൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷം. ഇനി എനിക്കറിയേണ്ട ഒറ്റ കാര്യമാണ്, ഈ പ്രത്യേകിച്ച് ദുരന്തത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അനാവശ്യമായി വാർത്തകൾ കൊടുക്കുന്നത് പോലും ദുരന്ത നിവാരണ നിയമപ്രകാരം തെറ്റാണ്. ജനങ്ങളെ പാനിക്കാക്കുന്ന അല്ലെങ്കിൽ അശാസ്ത്രീയമായ വാർത്തകൾ. ഇവിടെ ചിലവാക്കി, മെമ്മോറാണ്ടത്തെ ചിലവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുപ്രചരണം നടത്തി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതിനെതിരെ കേസിലേക്ക്, നിയമ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? കൃത്യമായ സാധ്യതയുണ്ട്. കേരള സർക്കാർ ചിലവിന്റെ കണക്ക് പുറത്തുവിട്ടു എന്ന് ഒരു മാധ്യമത്തിൽ വാർത്ത ഞാൻ നേരിട്ട് കേട്ടതാണ്. വനിതയുടെ ശബ്ദമാണ്. അവർ മുമ്പും വ്യാജങ്ങൾ പറയുന്ന ആളാണ്, ഇപ്പോഴും വ്യാജങ്ങൾ പറഞ്ഞു. ചോദ്യം ഇതാണ്, ഏത് കണക്കാണ് സർക്കാർ പുറത്തുവിട്ടത്? ചിലവിന്റെ കണക്ക് സർക്കാർ പുറത്തുവിട്ടുവെന്ന് മാധ്യമങ്ങളെല്ലാം ആവർത്തിച്ച് പറയുകയാണ്. ഇതാണ് വ്യാജം. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിവേദനത്തിലെ വിവരങ്ങൾ പുറത്തു വന്നു. ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. മോദിയൊന്നും തന്നിട്ടില്ല. ഇത്രയും പറഞ്ഞാൽ പോരെ. ഇതല്ലേ സത്യം, ഇതല്ലേ വാർത്ത. നിവേദനത്തിൽ നമ്മൾ ഇത്ര കൂടി ചോദിച്ചു, ഇത്ര ഒന്നും തന്നിട്ടില്ല. അതിൽ വേണം സ്പ്ലിറ്റപ്പിൽ എന്താ തർക്കം? അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെ അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ 10 കോടി, പിന്നെ ശവസംസ്കാര കാര്യങ്ങൾക്ക് ഒരു 75,000 രൂപ വെച്ച് കണക്കാക്കി. വേണമെങ്കിൽ വേറൊരു തെറ്റ് കൂടി പറയാം. ഇതുപോലെ തന്നെ കുടിവെള്ളത്തിന് ഏതാണ്ട് 10 കോടി. ഇതൊക്കെയല്ലേ കണക്ക്? ആക്ച്വൽസ് അല്ലേ കിട്ടുള്ളൂ, യഥാർത്ഥത്തിൽ ചെലവല്ലേ കിട്ടൂ. ഉദാഹരണമായിട്ട് അവിടെ കൃഷിനാശം ഉണ്ടാകാൻ 50 കോടിയാണ് കണക്കാക്കിയത്.
ബെയ്ലി പാലത്തിന് 1 കോടി പിണറായി വീട്ടിൽ കൊണ്ടുപോയി ആകാശ്. ഇതല്ലേ തീർച്ചയായും ഇതിൽ മാധ്യമങ്ങളുടെ പ്രചരണം? അപകീർത്തിക്ക് നിയമ നടപടികൾക്കുള്ള സാധ്യതയുണ്ടെന്ന് കൂടിയാണ് ശ്രീ കെ അനിൽകുമാർ നിരീക്ഷിക്കുന്നത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ കെ അനിൽകുമാർ.